ഏതൊരു നാവുകളാണോ ഈ ഖുർആൻ സംസാരിക്കുന്നത്, ഏതൊരു നാവുകളാണോ ഈ ഖുർആൻ പ്രഭാഷണം നടത്തുന്നത്, ഏതൊരു നാവുകളാണോ ഈ ഖുർആൻ ചർച്ച ചെയ്യുന്നത്, ഏതൊരു നാവുകളിലൂടെയാണോ ഖുർആനിനെ കുറിച്ച് ചർവണം നടക്കുന്നത്, ആ നാവുകൾക്ക് എല്ലാവിധ ആശീർവാദങ്ങളും നേരുകയാണ്, എല്ലാവിധ ആശംസകളും നേരുകയാണ്, എല്ലാവിധ അത്ഭുതങ്ങളും എല്ലാവിധ അനുമോദനങ്ങളും ഞങ്ങൾ ഇതാ നേരുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്ത അനുഗ്രഹം, ലോക സമൂഹത്തിൽ വെച്ച് ചെയ്ത അനുഗ്രഹം, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ എത്രയോ സമൂഹങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ സമൂഹങ്ങൾക്കൊന്നും ചെയ്യാത്ത അനുഗ്രഹമല്ലയോ അവസാനത്തെ കണ്ണിയായ പ്രവാചക പരമ്പരയുടെ അവസാനത്തെ കണ്ണിയായ ലോകത്തിന്റെ തിരുനാളമായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഈ അവസാനത്തെ ഉമ്മത്തികളായ നമ്മുടെ മേൽ ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു പരിചയപ്പെടുത്തിയ വിളംബരം ചെയ്ത ഖുർആൻ അല്ലാഹു നമ്മുടെ മേലിറക്കിയെങ്കിൽ ആ പരിശുദ്ധമായ ഖുർആനിന്റെ അടയാളമല്ലയോ ഈ വള്ളിത്തുള്ളിൽ പ്രകാശിച്ചു നിൽക്കുന്നത്? അതിന്റെ കാരണക്കാരാരാണ്? അതിന്റെ കാരണക്കാരാരാണ്? 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു പരിചയപ്പെടുത്തിയ വാക്കാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇനി നാളെ മുതൽ ഈ സ്ഥാപനത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് തടസ്സമില്ലാതെ, തിരശ്ശീല വീഴാതെ, ഒടുക്കമില്ലാതെ തുടർച്ചയായി ഓതിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം ലോകത്തുണ്ടോ? അത് പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആനിന്റെ മഹനീയത, ആ ഖുർആനിന്റെ മഹത്വം, ആ ഖുർആനിന്റെ പവിത്രത നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അതിനോട് അവഗണന കാണിക്കുന്നത്, അതിന്റെ സ്ഥാപനങ്ങളോട് അവഗണന കാണിക്കുന്നത്, ആ വ്യക്തികളോട് അവഗണന കാണിക്കുന്നത്, ആ ഖുർആനിന്റെ വക്താക്കളോട്, ഖുർആനുമായി നടക്കുന്നവരോട്, ഖുർആൻ പേറിക്കൊണ്ട് നടക്കുന്നവരോട്, ഖുർആൻ ഓടുന്നവരോട്, ഖുർആൻ പ്രഭാഷണം നടത്തുന്നവരോട്, ഖുർആനിനെ കുറിച്ച് ചർച്ചകൾ ചെയ്യുന്നവരോട് മഹത്വമില്ലാത്തത് ആ ഖുർആനിനോട് മഹത്വം കുറഞ്ഞു പോയത് കൊണ്ടാണല്ലോ. എങ്കിൽ അതുണ്ടാകാതിരിക്കാനാണ് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഈ ഹദീസ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ ഖുർആനിനോട്, അതിന്റെ സ്ഥാപനത്തോടും ആ വ്യക്തികളോടും ഒരു മഹത്വം ഉണ്ടാകണം. ആകാശഭൂമി സൃഷ്ടിക്കുന്ന 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൂടെ കേട്ടോ. മൻ ഊതിയൽ ഖുർആൻ ഫകഅന്നമാ ഉദ്രിജത് النبوة بين جنبيه إلا أنه لم يوحى إليه أو كما قال رسول الله. ആർക്കാണോ ഖുർആൻ ലഭിച്ചത്, ആരാണോ ഖുർആൻ പഠിക്കാൻ ഭാഗ്യം കിട്ടിയത്, ആർക്കാണോ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് കിട്ടിയത്, ആർക്കാണോ ഖുർആനിനെ സഹായിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചത്, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അവൻ പ്രവാചകന്മാരുടെ ഇരു ചുമലുകൾക്കിടയിൽ മുദ്ര കുത്തി വെക്കപ്പെട്ടവനെ പോലെയാണ്. ഇല്ലാ അന്നഹു ലം യൂഹ ഇലൈഹി, അവന്റെ മേൽ വഹി ഇറങ്ങിയില്ല എന്ന ഒരൊറ്റ കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. പ്രവാചകന്മാർക്ക് കിട്ടിയ എല്ലാ സവിശേഷതകളും ഖുർആൻ കൊണ്ടു നടക്കുന്നവരെ, ഖുർആൻ പേര് നടക്കുന്നവരെ, ഖുർആനിന്റെ മക്കളെ സഹായിക്കുന്നവരെ അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ടെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. അന്നഹു ലം യൂഹ ഇലൈഹി ഫഖദ് ഉദ്രിജത് നബുവത്തു ബൈന ജന്നൈൻ, 2 ജൻബുകൾക്കിടയിൽ, പാർശ്വങ്ങൾക്കിടയിൽ മുദ്ര കുത്തപ്പെട്ടു. പ്രവാചകത്വത്തിന്റെ മുദ്ര കുത്തപ്പെട്ടു. ആർക്ക്? ഖുർആൻ പഠിച്ചവർക്ക്, ഖുർആൻ ലഭിച്ചവർക്ക്. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറയുന്നു, യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ്വ വആതൈനാഹുൽ ഹുക്മ സബിയ്യാ. അല്ലാഹു യഹ്യാ നബിയെ കുറിച്ച് പറയുകയാണ്, ഒരു പയ്യനാണ്, ഒരു ചെറുപ്പക്കാരനാണ്, ഒരു യുവകോമളനാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പോലും പറഞ്ഞില്ലേ, കാന യഹ്യാ ശാബാ വഹുസ്നൽ വജ്ഹി. യഹ്യ എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരനായിരുന്നു, ഒരു യുവാവായിരുന്നു, യുവകോമളനായിരുന്നു, ഒരു സുന്ദരനായിരുന്നു, കാണാൻ അഴകുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ 10 ഗുണങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ വിവരിക്കുകയാണ്. അതിൽ മഹനീയമായ മഹത്വമേറിയ ഒരു കാര്യമാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
കാലഘട്ടത്തിൽ ഏത് കലാമാണോ അല്ലാഹുവിന്റെ ഗ്രന്ഥം യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു അത് കൊടുത്ത് ആദരിച്ചുവെങ്കിൽ വആതൈനാഹുൽ ഹുക്മ സബിയാ ശൈശവം മുതലേ ബാല്യം മുതലേ കൗമാരം മുതലേ അല്ലാഹു അവന്റെ കലാം കൊടുത്തുകൊണ്ട് മഹാനായ യഹ്യാ നബിയെ അല്ലാഹു സംരക്ഷിച്ചുവെങ്കിൽ ലാ യഖറബുൻ നിസാ വലാ യസ്തഹീ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു പെണ്ണിനോടൊരു ചിന്ത പോലും ഉണ്ടായില്ല, ഒരു അനാവശ്യമായ ചിന്ത ഉണ്ടായില്ല, ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല, ഒരു പെണ്ണിനെ മോഹിച്ചിരുന്നില്ല, അശ്ലീലമായ ചിന്തകൾ പോലും ഇല്ലാതിരുന്ന മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വളർത്തിക്കൊണ്ടുവരാൻ പ്രചോദനമേകിയത് അല്ലാഹുവിന്റെ കലാമാണ്. കാരണം എന്താണ്? ബാല്യത്തിൽ തന്നെ അല്ലാഹു യഹ്യയോട് പറയുകയാണ്, യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ, യഹ്യാ എന്റെ ഗ്രന്ഥത്തെ നീ മുറുകെ പിടിക്കണേ. അങ്ങനെ മുറുകെ പിടിച്ചത് കൊണ്ടല്ലയോ അല്ലാഹു വിജ്ഞാനം നൽകി ആദരിച്ചത്? എത്രയെത്ര സുന്ദരികളാണ് യഹ്യാ നബിയെ ഇഷ്ടപ്പെട്ടത്. യഹ്യാ നബിയോടൊപ്പം ഒരു ദിവസം ഒരു രാത്രി കിടക്കാൻ എത്രയോ യുവതികളാണ് ആഗ്രഹിച്ചത്. പക്ഷേ അതിന് തയ്യാറാകാത്ത യഹ്യാ, ആ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പെണ്ണുങ്ങളെ കുറിച്ചൊരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. എന്നാലോ ആ നാട്ടിലുള്ള എത്രയോ സുന്ദരിമാരായ പെണ്ണുങ്ങൾ യഹ്യാ നബിയെ ഒന്ന് രുചിക്കാൻ ആഗ്രഹിച്ചവരാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ആ യഹ്യാ നബിയെ പെണ്ണുങ്ങൾ തന്റെ ജീവിതത്തിലേക്ക് തന്റെ കിടപ്പറയിലേക്ക് ആവാഹിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ കൈകളിൽ, അവരുടെ കരങ്ങളിൽ, അവരുടെ വീടുകളിൽ, അവരുടെ കിടപ്പറയിൽ, അവരുടെ ചെയ്തികളിൽ കുടുങ്ങി പോകാതെ രക്ഷപ്പെട്ടവനാണ് യഹ്യാ. കാന തഖിയാ, പൂർണ്ണമായ മതബോധമുള്ളവനായിരുന്നു യഹ്യാ, മതഭക്തനായിരുന്നു യഹ്യാ, സൂക്ഷ്മശാലിയായിരുന്നു യഹ്യാ. എന്തുകൊണ്ട്? വആതൈനാഹുൽ ഹുക്മ സബിയ്യാ, അല്ലാഹുവിന്റെ കലാം മുറുകെ പിടിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ബാല്യത്തിലെ അല്ലാഹു സംരക്ഷണം ഏറ്റെടുത്തിരുന്നു. ഒരു പെണ്ണിനെ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല, ഒരു അശ്ലീലതകൾ കൊണ്ട് നിറയ്ക്കാൻ കഴിഞ്ഞില്ല, ഒരു അധർമ്മത്തിലെ ചായാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലാ യംബഗി ലിഅഹദിൻ മിൻ വൽദി ആദം അൻ യഖൂല അന ഖൈറുൻ മിൻ യഹ്യാ ഇബ്നു സക്കരിയ. ഈ ഭൂലോകത്ത് ആദമിന്റെ മക്കളിൽ ഒരാൾക്ക് പോലും യഹ്യയേക്കാൾ ഞാൻ ശ്രേഷ്ഠനാണെന്ന് പറയാൻ അവകാശമില്ല. കാരണം എന്താണ്? ഒരു തെറ്റിനെ കുറിച്ച് യഹ്യ ചിന്തിച്ചിട്ടേ ഇല്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു പെണ്ണിനെ കുറിച്ചൊരു ചിന്ത പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ ഭൂലോകത്ത് ഒരാൾക്ക് പോലും പറയാൻ അവകാശമില്ല, അത് ഖൈറുൻ മിൻ യഹ്യ ഇബ്നു സക്കരിയ, ഞാൻ സക്കരിയായുടെ മകൻ യഹ്യയേക്കാൾ ശ്രേഷ്ഠനാണ്. ഒരാൾക്കും പറയാൻ അവകാശമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. യഹ്യാ നബിക്ക് അത്രയ്ക്ക് ശ്രേഷ്ഠത. എന്താ കാരണം? കിതാബ്, അള്ളാന്റെ കിതാബ് മുറുകെ പിടിച്ചോണ്ടാ, അല്ല വേറൊന്നുമല്ല. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ തന്റെ പുരയിൽ നിന്ന്, വീട്ടിൽ നിന്ന്, റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ, ബഹുമാനപ്പെട്ട സഹാബാക്കളുടെ ഇടയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി വരുമ്പോ അമ്പിയാക്കളുടെ ശ്രേഷ്ഠതകൾ ബഹുമാനപ്പെട്ട സഹാബാക്കൾ വിവരിച്ചു കൊണ്ടിരിക്കുകയാണ്. മൂസാ കല്ലമഹുല്ലാഹ്, ഈസാ റൂഹുല്ലാഹ്, ആദം മുസ്തഫാഹുല്ലാഹ്. ഓരോ പ്രവാചകന്മാരുടെ മഹത്വം ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രവാചകന്മാരുടെ മഹത്വം ഓതുകയാണ്. മൂസാ നബിക്ക് അല്ലാഹു ഇന്നത് കൊടുത്തില്ലേ, ഈസാ നബിക്ക് അല്ലാഹു ഇന്നത് കൊടുത്തില്ലേ, ആദം നബിക്ക് അല്ലാഹു ഇന്നത് കൊടുത്തില്ലേ. ഓരോ പ്രവാചകന്മാരെ കുറിച്ച് പുകഴ്ത്തി വാഴ്ത്തി പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. യഹ്യാ നബിയെ കുറിച്ച് അവിടെ ചർച്ചയില്ല. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കുകയാണ്, ഏ സഹാബ, ഐന ഷഹീദ് വറു ഷഹീദ്, എവിടെ ഷഹീദിന്റെ മകൻ? ഷഹീദ് എവിടെ? ഷഹീദിന്റെ മകൻ ഷഹീദ് എവിടെ? യൽബസുൽ വബറ വയഅകുലു ശജറ മഖാഫതൻ മിനല്ലാഹ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട്, വിലകുറഞ്ഞ
രോമവസ്ത്രങ്ങൾ ധരിച്ചു ജീവിച്ച യഹ്യ എവിടെ? അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് വയറ് നിറയ്ക്കാതെ ആടുമാട് ഒട്ടകങ്ങളെ കഴിക്കുന്ന സസ്യലതാദികള് വൃക്ഷലതാദികളെ കഴിച്ച് ജീവിച്ചിരുന്ന യഹ്യ നബിയെ കുറിച്ച് ചർച്ചയില്ലാതെ പോയല്ലോ. സക്കരിയായുടെ പൊന്നുമോൻ യഹ്യയെ കുറിച്ച് എന്തേ നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? സക്കരിയ ഷഹീദാക്കപ്പെട്ട ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ പ്രിയങ്കരനായ മകനും ഷഹീദാക്കപ്പെട്ടിരിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ആ സഹാബാക്കളോട് ചോദിക്കുകയാണ്, എത്രയോ സഹാബാക്കളെ കുറിച്ച് നിങ്ങൾ പ്രകീർത്തിക്കുമ്പോ ഷഹീദിന്റെ മകൻ ഷഹീദിനെ കുറിച്ച് നിങ്ങൾ എന്തേ പരാമർശിക്കാതെ പോയത്? ആരാണത്? അതാണ് ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു സക്കരിയ, സക്കരിയ നബിയുടെ പൊന്നുമോൻ യഹ്യ നബി അലൈഹിസ്സലാം. എന്താ ചർച്ച ചെയ്യാതെ പോയത്? എന്താ നിങ്ങൾ സഹാബാക്കളോട് ചോദിക്കാൻ നബി തങ്ങൾ എന്താ? അത് ആരാ അറിയോ സംഭവം? അത് ആരാ ആള് എന്നറിയോ? ഷഹീദിന്റെ മകൻ ഷഹീദാണ്. ഒരു പെണ്ണ് ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സുന്ദരി, രാജാവിന് പ്രിയങ്കരിയായിരുന്നു. ആ രാജാവ് അവളെ ഒരു ദിവസം തന്റെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചു. അവൾ വെച്ച ഡിമാൻഡ്, യഹിയയെ ഒരു ദിവസം എന്നോടൊപ്പം ഉറങ്ങാൻ അനുവദിച്ചാൽ ഞാൻ അങ്ങയോടൊപ്പം ഉറങ്ങാം. യഹിയ നബിയെ കൊണ്ടുവന്നു. യഹിയ നബി സാധ്യമല്ല. അവസാനം അവള് പറഞ്ഞൊരു വാക്കാണ്, യഹിയ നബിയെ എന്തായാലും എനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ തല അറുത്ത് എന്റെ മുന്നിൽ ഒരു തളികയിൽ എന്റെ മുന്നിൽ വെച്ച് തന്നാൽ രാജാവെ നിങ്ങളോടൊപ്പം ഞാൻ ചെയ്യിക്കാം. അവസാനം യഹിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തലയറുത്തു. അങ്ങനെ പാത്രത്തിൽ വെച്ചു കൊടുത്തു. തലയർക്കൽ സംസ്കാരം, തലയർക്കൽ സംവിധാനം ദുറുൽ മൻസൂറിലുണ്ട് സംഭവം. ഈ ഹദീസിന്റെ അടിസ്ഥാന ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ദുറുൽ മൻസൂറിൽ സംഭവിക്കുന്നത് തഫ്സീർ പരിശോധിച്ചാൽ കാണാം. അതാണ് ഷഹീദ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓടിച്ചില്ലേ? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മരപ്പത്തിൽ കയറി ഒളിച്ചില്ലേ? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രണ്ടായിട്ട് കീറി ഷഹീദാക്കപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിൽ പോയി സക്കരിയ നബിയെ കണ്ടിട്ട് ചോദിച്ചു, നിങ്ങളെ മരപ്പൊത്തിൽ വെച്ചിട്ട് കീറി രണ്ടായിട്ട് ഞങ്ങൾ വായിച്ചു പഠിച്ചു, നിങ്ങൾക്ക് വേദന അനുഭവിച്ചു? ബഹുമാനപ്പെട്ട സക്കരിയ നബി അല്ലാഹു എന്റെ വേദന എടുത്തു മാറ്റി. അല്ലാഹു എന്റെ വേദന എടുത്തു മാറ്റി. മ്യാൻമറിലെ മുസ്ലിമീങ്ങളുടെ വേദന അല്ലാഹു എടുത്തു മാറ്റും. അള്ളാന്റെ മാർഗത്തിൽ ഷഹീദാകാൻ തയ്യാറാകുന്നവരുടെ വേദന അല്ലാഹു എടുത്തു മാറ്റും. നമുക്കറിയില്ല, നമ്മളറിയില്ല. ആ ഓരോ തുള്ളി രക്തത്തിനും അവരനുഭവിക്കുന്ന വേദനകൾക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു കൊടുക്കാണ്. നമ്മൾ വിചാരിക്കും അവർ കഷ്ടപ്പെടുകയാണ്. ആസിയ റളിയല്ലാഹു തആല അൻഹ, ആസിയ റളിയല്ലാഹു തആല അൻഹ എന്ത് ത്യാഗം സഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ ആസിയ ബീവിയെ കുറിച്ച് പറഞ്ഞ വാക്കെന്താണ്? ആസിയ റളിയല്ലാഹു തആല അൻഹ ഫറോവയുടെ പീഡനങ്ങൾക്ക് ഇരയായി അവൾ വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആസിയ ബീവി പറഞ്ഞ വാക്ക് പരിശുദ്ധമായ ഖുർആൻ, റബ്ബി ബിനിനി ഇൻദക ബൈതാ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലി വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, ഞാൻ അനുഭവിക്കുന്ന ഈ പീഡനത്തിന്റെ പേരിൽ, ഞാൻ അനുഭവിക്കുന്ന ഈ ത്യാഗത്തിന്റെ പേരിൽ അല്ലാഹ് എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നൽകണേ അല്ലാഹ്. വഫിറഔന ദിൽ ഔതാദ്, ഫറോവ ആസിയ ബീവിയെ മലർത്ത് കിടത്തി കൈകാലുകൾ ബന്ധിക്കുകയാണ്. ആണിയടിക്കലാണ് അവന്റെ ശിക്ഷ. ഏറ്റവും വലിയ ശിക്ഷ ആണിയടിക്കലാണ്. ആണിയടിച്ച് മലർത്ത് കിടത്തി കൈകാലുകളെ ചലിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോ ഫറോവ തന്റെ കിങ്കരന്മാരോട് പറയുകയാണ്, വലിയ വലിയ പാറക്കല്ലുകൾ കൊണ്ട് അവളുടെ നെഞ്ചിൽ വെക്കണേ, അവളുടെ ശരീരത്തിൽ വെക്കണേ. വലിയ വലിയ പാറക്കല്ലുകൾ കൊണ്ട് വെക്കുകയാണ്. ആകാശത്തേക്ക് നോക്കുന്നു. മഹതിയായ ആസിയ ബീവിയെ പുഞ്ചിരിക്കുകയാണ്. പീഡനങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആസിയ ബീവിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈകാലുകളിൽ കഥ കെട്ടിവരഞ്ഞ് കൈകാലുകളെ ഉളിയും ചുറ്റിയലും കൊണ്ട് വെട്ടിയോർക്കുകയാണ്. കൊത്തിയടിക്കുകയാണ്, ആണിയടിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ്. ആസിയ ബീവി ആകാശലോകത്തേക്ക് നോക്കി പുഞ്ചിരിക്കുകയാണ്. ഫറോവ പരസ്യമായി ചോദിക്കുന്നു, അലാ തഅജബൂൻ, നാണമില്ലേ നിങ്ങൾക്ക്, അത്ഭുതമില്ലേ? ഇന്നാ നുഅദ്ദിബുഹാ വഹിയ തൽഹഖു, നാം അവളെ ഭീഷണിപ്പെടുത്തുകയാണ്, നാം അവളെ പീഡിപ്പിക്കുകയാണ്, നാം അവളെ വേദനിപ്പിക്കുകയാണ്. വഹിയ
അവളെ കിടന്ന് ചിരിക്കുകയാണ്. അലാ തഅജബൂ, നിങ്ങൾക്ക് നിങ്ങൾ അത്ഭുതമില്ലേ? എന്തോ ഒരു പീഡനമാണ്, കൊടിയ പീഡനമാണ് നാം അവൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവൾ ചിരിക്കുകയാണ്. എന്താണ് അത്ഭുതം? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അല്ലാഹു അവൾ ചോദിച്ച സ്വർഗമുണ്ടല്ലോ, ആ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ സമയത്തും അവൾ അല്ലാഹുവിനോട് ചോദിച്ച ചോദ്യമാണ്, നാഥാ റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അതൊക്കെ വേണ്ടിയാണ് ഈ പീഡനങ്ങൾ അനുഭവിക്കുന്നത്. അല്ലാഹു അഹദ് എന്ന് വിളിച്ചതിന്റെ പേരിലാണ് ഞങ്ങൾ ഈ പീഡനങ്ങൾ അനുഭവിക്കുന്നത്. നാഥാ പടച്ചവരെ, ഈ ലോകത്തെ മഖ്ലൂഖുകൾക്ക് സ്ഥാനമില്ല. നാഥാ ദൈവമെന്ന് വിശ്വസിക്കുന്ന, ദൈവമെന്ന് വാദിക്കുന്ന ഈ ഫറോവയ്ക്ക് ഒരു സ്ഥാനമില്ല. അല്ലാഹ് പടച്ചവരെ, നീയാണ് ജഗത്തിന്റെ ഉടമസ്ഥൻ, നീയാണ് ഫറോവയുടെ ഉടമസ്ഥൻ, നീയാണ് എന്റെ ഉടമസ്ഥൻ. അല്ലാഹുവേ, അതുകൊണ്ട് റബ്ബേ, നിനക്ക് വേണ്ടി ഈ ത്യാഗം, ഈ പീഡനം അനുഭവിക്കുന്ന ഞാൻ നിന്നോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, എനിക്ക് നീ സ്വർഗത്തിലൊരു ഭവനം നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആസിയ ബീവി പീഡനങ്ങൾ അനുഭവിക്കുമ്പോ ആ സ്വർഗത്തിന്റെ കൊട്ടാരം അവളുടെ മുന്നിൽ അല്ലാഹു ആകാശത്ത് കൊണ്ട് നിർത്തിയത്രേ. ആ സ്വർഗത്തിലെ കൊട്ടാരം കണ്ട് അവൾ മതി മറന്നു പോവുകയാണ്. സ്വർഗത്തിലെ കൊട്ടാരം കണ്ട് ഫറോവയുടെ പീഡനങ്ങളെ മറന്നു പോവുകയാണ്. ആസിയ ബീവി പുഞ്ചിരിക്കുകയാണ്. ഈ ലോകത്തോട് ആസിയ ബീവി ഇവിടെ പറയുകയാണ്, മ്യാൻമറിലെ പാവപ്പെട്ട മുസ്ലിം പെൺമക്കളെ മലർത്തി കിടത്തി അവളുടെ മാറിടങ്ങൾ അരിഞ്ഞു പെറുക്കിയെടുത്തുകൊണ്ട് പോകുമ്പോ കുഞ്ഞുമക്കളെ പകുതിക്ക് പകുതിയായിട്ട് അരങ്കൊല ചെയ്യപ്പെടുമ്പോ അല്ലാഹു ക്രൂരനല്ല. അക്രമികളെ അല്ലാഹു സഹായിക്കുകയില്ല. എത്രയെത്ര കുഞ്ഞുമക്കളെയാണ് ഫറോവ കഴുത്തറുത്തു കൊന്നത്, എത്രയെത്ര കുഞ്ഞുമക്കളെയാണ് ഫറോവ പീഡിപ്പിച്ചത്, എത്രയെത്ര ആൺകുട്ടികളെയാണ് പെൺകുട്ടികളെയാണ് ഫറോവ അരിഞ്ഞെറിഞ്ഞ് കൊന്നുകളഞ്ഞത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തീരുമാനമാണ്. അല്ലാഹുവിന് വേണ്ടി വിശ്വസിച്ച് ജീവിച്ച് മരിക്കാൻ തയ്യാറാകുന്നവർക്ക് അവരുടെ വേദന അല്ലാഹു എടുത്തു കളയുമെന്ന് ഏറ്റവും വലിയ ഉദാഹരണമല്ലയോ ഇത്? എത്രയോ വലിയ ഉദാഹരണമാണിത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ അനുഭവിക്കുന്ന ഓരോ വേദനകൾക്കും, നിങ്ങളുടെ കാലിൽ തറയ്ക്കുന്ന ഓരോ മുള്ളുകൾക്കും, നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ത്യാഗങ്ങൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് കൂലി തരാതിരിക്കുകയില്ല, നമ്മുടെ പാപങ്ങൾ മാപ്പ് ചെയ്യാതിരിക്കുകയില്ല. ഈ പനി പിടിച്ച് ഈ പാവപ്പെട്ടവൻ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയല്ലേ, ആരെങ്കിലും ഒരു പനി പിടിച്ച് ഒരു ദിവസം അവൻ വേദനയോടുകൂടി കഴിഞ്ഞുകൂടിയാൽ അവന്റെ 2 വർഷത്തെ പാപം അല്ലാഹു മാപ്പാക്കി കളയുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ നമ്മളോട് പറയുമ്പോ, പനിയെ നിങ്ങൾ ശപിക്കരുതേ, ശപിക്കരുതേ. പനി മാറാത്ത പനിയാണ്, വിട്ടുമാറാത്ത പനിയാണ്, ഡെങ്കിപ്പനിയാണ്, പന്നിപ്പനിയാണ്, കുരങ്ങുപനിയാണ്, തക്കാളി പനിയാണെന്ന് പറഞ്ഞ് നമ്മൾ പനിയെ ശപിക്കരുതേ, പനിയെ ശപിക്കരുതേ. തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്, ആ പനിയിൽ നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന ചൂട് അത് നരകത്തിന്റെ ചൂടാണ്. പനിയെ നിങ്ങൾ കുറ്റം പറയരുത്. നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ പേരിൽ അല്ലാഹു നിങ്ങളുടെ 2 വർഷത്തെ പാപമാണ് ഒരു ദിവസത്തിന്റെ പനിയുടെ പേരിൽ അല്ലാഹു മാപ്പാക്കുക. 6 ദിവസം പനി പിടിച്ചു കിടന്നാൽ 8 വർഷത്തെ പാപമല്ലയോ അല്ലാഹു നമുക്ക് മാപ്പാക്കി തരിക? 12 വർഷത്തെ പാപമല്ലയോ അല്ലാഹു നമുക്ക് മാപ്പാക്കി തരിക? സംഭവം കുറഞ്ഞ കാര്യമാണത്. നമ്മളൊരു പനി പിടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് അല്ലാഹ് അങ്ങനെ ഇങ്ങനെ, അല്ലാഹ് ഇങ്ങനെയാണ്, അല്ലാഹ് അങ്ങനെയാണ്, ഓരല്ലാത്ത പനി, ഒടുക്കത്തെ പനി, അങ്ങനത്തെ പനി, ഇങ്ങനത്തെ പനി, അങ്ങനത്തെ പനി, ഇങ്ങനത്തെ പനി, ഇതൊക്കെ നമ്മൾ പ്രാപുകയല്ലേ? നമ്മളെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റാത്തൊരു പണി വരുമ്പോ നമ്മളൊക്കെ ശപിക്കും. കുട്ടികളെ വിളിക്കും, വരില്ല, കളിക്കാൻ പോകും. ഒടുക്കത്തെ കളിയാണ് അതിന്റെ ഒടുക്കത്തെ കളി. ആരാ? അമ്മ പറയും, അത്ത പറയും, വാപ്പ പറയും, ഉമ്മ പറയും, വിളിച്ചാ വരാത്തതിന്റെ പേരിൽ, വിളിച്ചാ വരാത്തതിന്റെ പേരിൽ വണ്ടി ഓടിച്ചോണ്ട് പോകും. ഇടയ്ക്കോട്ട് സ്റ്റാർട്ട് ആവും, ഓഫ് ആവും, പിന്നെ കിക്ക് അടിക്കും, അടിച്ചടിച്ച് കത്തപ്പെട്ടി പിടിച്ചൊരു വണ്ടി ഭണ്ഡാരടങ്ങാൻ ഇതും കൊണ്ട് ഇറങ്ങിയല്ലോ, വണ്ടി ശപിക്കും. കട തുറന്ന് കച്ചവടം വെച്ചോണ്ടിരിക്കും, ഒരുത്തനും വരുന്നില്ല. 2-3 വീട്ടിൽ ഇപ്പം കച്ചവടം ഭണ്ഡാരടങ്ങാം. ഈ പണിയെല്ലാം കളഞ്ഞെടുത്ത് കളഞ്ഞില്ല, കനാലി വല്ല ചാടി എത്താൻ മതിയായിരുന്നു കച്ചവടം. കുറെ നാളായിട്ട് 10-9,000 രൂപ കടവും മേടിച്ചോണ്ട് പണി തുടങ്ങി. ഒരു ലാഭവും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല, വേറെ ജോലിയൊന്നുമില്ല, തൂങ്ങിച്ചെത്താലോ. ഒരു ഹദീസ് കേട്ടോ, ബഹുമാനപ്പെട്ട സഹാബാക്കളിൽ അവർ ഒട്ടകത്തിൽ ഓരോരുത്തരും ഓരോ ഒട്ടകത്തിൽ ഒരു യുദ്ധത്തിൽ യാത്ര ചെയ്യുകയാണ്.
അങ്ങനെ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ ഓരോ ഒട്ടകങ്ങളും ആളുകളുമായി വേഗത്തിൽ സഞ്ചരിക്കുമ്പോ ഒരു സഹാബിയുടെ ഒട്ടകം മാത്രം മെല്ലെ മെല്ലെ സഞ്ചരിക്കുകയാണ്. ഏതെല്ലാം നിലകൾ അടിച്ചു നോക്കി, കുത്തി നോക്കി, പീഡിപ്പിച്ചു നോക്കി, ആ ഒട്ടകം വേഗതയോടെ സഞ്ചരിക്കാതെ വന്നപ്പോ ആ സഹാബി ഒട്ടകത്തെ പ്രാവുകയായി ശ്രമിക്കുകയായി. നമ്മുടെ കാളയുടെ ഒക്കെ ദുബറിൽ കുത്തും കമ്പി വെച്ചിട്ട് കഷ്ടം പാവം. എരുമ കാളവണ്ടി എന്നൊക്കെ പറഞ്ഞ എന്നെ കാട്ടിക്കുന്ന അടിയല്ല, കഷ്ടം. ഇത്ര പീഡിപ്പിക്കാൻ രണ്ടടയാളം ഇങ്ങനെ കാണില്ല. എന്റെ ആ ദുബറിന്റെ ഭാഗത്ത് രണ്ട് അടയാളം ഇങ്ങനെ അടിച്ച് പൊള്ളിപ്പിക്കുന്നത്. വലിയ ത്യാഗം തന്നെ, കഷ്ടം. അപ്പൊ ഈ ജല്ലിക്കെട്ടിനകത്തൊക്കെ മുളകൊക്കെ അരച്ചിട്ട് കണ്ണിലൊക്കെ കയറ്റി വെക്കും. ദുബറിലും കണ്ണിലും ഒക്കെ മുളകൊക്കെ അരച്ച് മറ്റേടത്തൊക്കെ അങ്ങോട്ട് പെരട്ടും. ഈ ജല്ലിക്കെട്ടിന് എന്നാലും ഇത് ഇറങ്ങത്തുള്ളൂ. ഇങ്ങനെ ആ ദേശത്തിന് ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് കുത്തുന്നത്. അല്ല ചുമ്മാ കാടിയെല്ലാം കൊടുത്ത് ഐസ്ക്രീം കൊടുത്തിട്ട് ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ അത് പോകില്ലല്ലോ സംഭവം. നല്ല കാന്താരി തേച്ച് അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് കൊടുക്കണം. പോക്കല്ല പോകുന്ന സംഭവം. അങ്ങനെയാണല്ലോ ഈ പോകുന്നത്. അങ്ങനെയാണ് കുത്തി മത്സരിക്കുന്നത്. അതാണല്ലോ ഈ മത്സരങ്ങൾക്ക്. ജല്ലിക്കെട്ടൊക്കെ രീതി അങ്ങനെയാണ്. അങ്ങനെ ഓടിച്ചു. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഗതിയിൽ കാളവണ്ടിയൊക്കെ അതിനെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഉള്ള ഭാരം മൊത്തം എന്റെ തലമുടിൽ അടിച്ചിട്ട് ഇതിനെ കുത്തുക. കഷ്ടം തന്നെ. അങ്ങനെ പ്രാഗി ആദരവായ ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തദഊ അലാ അൻഫുസികും വലാ തദഊ അലാ ഔലാദികും വലാ തദഊ അലാ ഖദമികും വലാ തദഊ അലാ അംവാലികും ഔ കമാ ഖാല റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെതിരെ പ്രാകരുത്, ശ്രമിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരെ പ്രാകരുത്, ശ്രമിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെതിരെ പ്രാർത്ഥന നടത്തരുത്. നിങ്ങൾ നിങ്ങളുടെ വാഹനങ്ങൾക്കെതിരെ, നിങ്ങൾ നിങ്ങളുടെ മൃഗങ്ങൾക്കെതിരെ നിങ്ങൾ ശാപപ്രാർത്ഥന നടത്തരുത്. എപ്പോഴാണ്, ഏത് സമയത്താണ് നിങ്ങളുടെ പ്രാർത്ഥനയും അല്ലാഹുവിന്റെ ഇജാബത്തിന്റെ സമയവും ഒത്തിണങ്ങിയാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും, അത് യാഥാർത്ഥ്യമാകും. അതുകൊണ്ട് നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ സ്ഥാപനത്തിനെതിരെ, നിങ്ങളുടെ സമ്പത്തിനെതിരെ, നിങ്ങളുടെ വാഹനത്തിനെതിരെ, നിങ്ങളുടെ മക്കൾക്കെതിരെ ഒരു തമാശയ്ക്ക് പോലും നിങ്ങളൊരു വാക്ക് പറയരുത്. അത് സംഭവിക്കും, അത് യാഥാർത്ഥ്യമാണ്. ഔ കമാ ഖാല റസൂലുള്ളാഹി. എല്ലാവരുടെ കുട്ടികളെ തള്ളമാര് പറഞ്ഞാൽ കേൾക്കാത്തവര് കുട്ടികളെ എന്താ സംഭവിക്കാം? നീ നാളെ കളിക്കാൻ പോകത്തില്ല, അതിന്റെ ഒടുക്കത്ത് കളിയാ. കറക്റ്റാ. ചിലപ്പോ പെട്ടെന്ന് കളിക്കുന്ന കൂട്ടത്തിൽ എന്താവും, കനാലിൽ വീട് മരിക്കും. അല്ലെങ്കിൽ ഇങ്ങോട്ട് കളിച്ചിട്ട് തിരിച്ചു വരുന്ന വെളിയിൽ ബൈക്ക് ഇടിച്ച് ആശുപത്രി കൊണ്ടുപോയി, തീർന്നു. എത്ര സംഭവങ്ങളാണ്. കൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ശപിക്കരുത്, പ്രാകരുത്. ഒരാളെയും പ്രാകരുത്, ഒരാളെയും ശപിക്കരുത്. ശാപം ആരെങ്കിലും ഒരാളെ ശപിച്ചു കഴിഞ്ഞാൽ ആ ശാപം ഇങ്ങനെ പറന്നു വരും. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഇങ്ങനെ പറന്ന് ആരെയാണോ ശപിച്ചത് അവന്റെ തലയ്ക്ക് മീതെ വന്നിങ്ങനെ നിൽക്കും. എന്നിട്ട് നോക്കൂ, ഈ ശാപം ഇവൻ അർഹനാണോ ഇല്ലയോ. അല്ല എന്ന് കണ്ടാൽ ആരാണോ ശപിച്ചത് അവരിലേക്ക് തിരിച്ചു മടങ്ങും. അല്ലാഹുവേ, ഇവൻ വെള്ളടി വെട്ടി ചാവണേന്ന് പറയും. നോക്കുമ്പോ ആ വെള്ളടി ഇങ്ങനെ വന്നിട്ട് ആരെ കുറിച്ചാണ് പ്രാഗി. കുഴപ്പമില്ല, ഇവൻ നല്ല മനുഷ്യനാണല്ലോ, ഇവൻ ഒരുപാട് സദഖകളൊക്കെ ചെയ്യുന്ന നല്ലവനാണല്ലോ, നല്ല ഗുണമുള്ള, ഇവന്റെ മേലിലേക്ക് ഇത് വിടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവൻ അസൂയ കൊണ്ട് വിട്ടതായിരിക്കും, അല്ലെങ്കിൽ അവൾ അസൂയ കൊണ്ട് പറഞ്ഞതായിരിക്കും. ഒരു കാര്യം ചെയ്യാം, അവിടെ മണ്ടക്കോട്ട് തന്നെ നമുക്ക് തിരിച്ച് റിട്ടേൺ അടിക്കാം. യാ അല്ലാഹ്, അടുത്ത ഇടിയിൽ അവള് തീർന്നു, സംഭവം തീർന്നു. ഒരൊറ്റ മനുഷ്യനെ പിരാകാൻ പാടില്ല, ഒരാളെ ശരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പല്ലടിച്ചു കൊഴിച്ചു, പല്ലടിച്ചു പൊട്ടിച്ചു, മുഖത്തടിച്ചു, മുതുകത്തെ ചവിട്ടി. എന്നിട്ട് സ്വഹാബാക്കൾ പറഞ്ഞു, പിരാഗു നബിയെ, പിരാഗു നബിയെ, പിരാഗു നബിയെ, അവളെ വേദനിപ്പിച്ചു. ലഖദ് വതിയല്ലാഹു വഉദ്മിയ വജ്ഹു വഖുസ്റത് റുബാഇയതു ഫഅബൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൗ ലഅൻതഹും യാ റസൂലല്ലാഹ്. ഞാൻ ശപിക്കാൻ വേണ്ടി വന്നവനല്ല, ഞാൻ കാരുണ്യത്തിന്റെ തിരുദൂതനാണ് മുഹമ്മദ് മുസ്തഫ. ഞാൻ ആരെയും ശപിക്കാൻ വേണ്ടി വന്നവനൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചില്ല. ആരെയും നമ്മൾ ശപിക്കാൻ പാടില്ല. നമ്മളൊരു വ്യക്തികളെ ശപിക്കാൻ പാടില്ല, നമ്മൾ ഈ സ്ഥാപനത്തെ ശപിക്കാൻ പാടില്ല, നമ്മൾ നമ്മുടെ മക്കളെ ശപിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ഖുർആനല്ലേ നമുക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത്. ഇതൊക്കെ ഖുർആനിന്റെ വാക്കുകളല്ലേ, ഖുർആനിന്റെ പ്രചോദനങ്ങളല്ലേ, ഖുർആനിന്റെ സന്ദേശങ്ങളല്ലേ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ എത്ര മനോഹരമായിട്ട് പറഞ്ഞ, ഒരാളെ ചീത്ത വിളിക്കരുത്, ഒരാളെ പരിഹസിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം.
ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. അലാ തസ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹ് ആ ദൈവത്തെ ആരാധിക്കുന്ന വർഗത്തെ നമ്മൾ പരിഹസിക്കരുത്, കളിയാക്കരുത്, ചീത്ത വിളിക്കരുത്. എത്ര വലിയ മാതൃക പരിശുദ്ധമായ ഖുർആൻ, എത്ര വലിയ മാതൃക പഠിപ്പിച്ചിരുന്നത്, എത്ര വലിയ മഹനീയമായ മഹത്വമേറിയ വാക്കുകളെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അമുസ്ലിമുകളെ ചീത്ത വിളിക്കരുതെന്ന്, അമുസ്ലിമുകളെ തെറി പറയരുത്, അമുസ്ലിമുകളെ ആക്ഷേപിക്കരുത്. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ഒരു സ്ത്രീകളും മറ്റൊരു സ്ത്രീകളെ, ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെ ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുത്, പരിഹസിക്കരുത്, കളിയാക്കരുത്. ആക്ഷേപിക്കപ്പെടുന്നവർ ആക്ഷേപിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠരായേക്കാം. നാളെ റബ്ബിന്റെ മുന്നിൽ ആരാണ് വിജയികളെന്ന് അല്ലാഹു അഅലം. ഇന്നക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാന്റെ അടുക്കൽ ആരാണ് ഉന്നതൻ നമുക്കാർക്കും അറിയില്ല. നമ്മളൊക്കെ വിചാരിക്കും നമ്മളിപ്പോ വലിയ ഷാളൊക്കെ ഇട്ട് വലിയ നീട്ടിപ്പിടിച്ച് പ്രസംഗിക്കുന്ന മൊയ്ലിയാരായിരിക്കും രക്ഷയെന്ന്. അള്ളാഹു അലം. ഇവിടെ പാവം പിടിച്ച സാധുക്കളായ അഴുക്ക് വസ്ത്രവും ധരിച്ച് അള്ളാഹ് 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 എന്ന് വിളിച്ചു കൊടുക്കുന്ന സാധുവിനായിരിക്കും നാളെ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സ്ഥാനം. അത് മനസ്സിലാക്കണം. AC ഇട്ട് വണ്ടി പോകുന്ന എന്നെ പോലുള്ളവനായിരിക്കൂല. സൈക്കിളിൽ ചവിട്ടി കൊടുമ്പയിലത്ത് ത്യാഗം സഹിക്കാൻ പോകുന്ന അള്ളാഹ് അള്ളാഹ് എന്ന് വിളിക്കുന്ന സാധുക്കളായ മക്കൾക്കായിരിക്കും സ്ഥാനം. പിന്നെ അക്രമക്കുന്നുള്ള യത്താക്കും. നമ്മുടെ ശരീരം വലിപ്പമൊന്നും വേണ്ടതില്ല, അള്ളാഹ്ക്കൊന്നും വേണ്ട. അള്ളാഹ് ഹൃദയത്തിൽ തഖ്വ വേണം. വകാന തഖിയ. ബഹുമാനപ്പെട്ട യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തഖിയ, കഴുത്ത് മുറിച്ചു മാറ്റി. അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ആസിയ ബീവി ത്യാഗം സഹിച്ചു, അള്ളാഹ്ക്ക് വേണ്ടിയാണ്, വേറെ ആർക്കും വേണ്ടിയിട്ടൊന്നുമില്ല. എന്തിനാ ഇതിനേക്കാൾ വലുത് അവിടെ കിട്ടുമെന്ന്. നമ്മുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് വരുമ്പോൾ എല്ലാവർക്കും റൂഹിനെ പിടിക്കുമ്പോൾ വേദന ഒരേപോലെയാണ്, ഒരേപോലെ വേദനയാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് എന്താണ് ഒരു വ്യത്യാസം വരുന്നത്? അല്ലാഹു തആല സ്വർഗത്തിന്റെ രംഗങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു തരുന്ന സമയത്ത് ഒരൊറ്റ പിടുത്തം അങ്ങ് പിടിക്കുമ്പോൾ നമ്മൾ അതിൽ ലയിച്ചു പോകും. വേദന നമ്മൾ അറിയില്ല. അതാണ് സംഭവം. വേദനയല്ല സെയിം ആയിരിക്കും. മറ്റവരുടെ മുന്നിൽ ഭീകര രംഗങ്ങളായിരിക്കും കാണിച്ചു കൊടുക്കുക. ഇതേപോലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മിസ്രിലെ പെണ്ണുങ്ങൾ കണ്ടപ്പോൾ വിരൽ മുറിച്ചു. യൂസുഫിനെ നോക്കി മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്, എന്താ പൈസ ഐറ്റം കൊള്ളാലോ. പെട്ടെന്ന് ഒരു ആപ്പിൾ മുറിക്കാൻ വേണ്ടി സലീഖ പറഞ്ഞു. ആപ്പിൾ മുറിച്ചതല്ല, ആപ്പിളല്ല മുറിച്ചത്, വിരലാ മുറിച്ചു. പക്ഷെ വിരൽ മുറിച്ചപ്പോൾ വേദന അറിഞ്ഞില്ല. കാരണം എന്താ? യൂസുഫിന്റെ സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോയി. നമ്മളിപ്പോ വണ്ടിയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ആക്സിഡന്റ് ആയി, പെട്ടെന്ന് വേദന എടുക്കൂല. കുറച്ചുകൂടെ കഴിഞ്ഞ് ബൈക്കിൽ എടുത്ത് തുടച്ചെല്ലാം എഴുന്നേറ്റ് ഇങ്ങോട്ട് 2 കിലോമീറ്റർ വരുമ്പോൾ അവിടെ നീറ്റിലടിക്കാൻ തുടങ്ങും, ഇവിടെ അടിക്കാൻ തുടങ്ങും, പുറത്തോട്ട് നീറ്റിലടിക്കാൻ. അപ്പോഴാ അറിയാം നമ്മൾ എത്ര തയ്യലുണ്ട്, എത്ര മുറിവുണ്ടെന്നൊക്കെ. വീണോടെ നമ്മൾ അറിയില്ല സംഭവം. പിന്നീട് ഇന്ന് നമ്മൾ വീണെന്ന നാളെ അല്ലേ വേദന തുടങ്ങുള്ളൂ എന്നതുപോലെയാണ് സംഭവം. ആ സമയത്ത് നമ്മളത് അറിയില്ല. അതങ്ങനെയാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഷഹീദാക്കപ്പെട്ടാൽ അള്ളാന്റെ മാർഗത്തിലാണോ? അള്ളാന്റെ മാർഗത്തിലാണോ? ഖുർആൻ പഠിച്ചവർ അള്ളാന്റെ മാർഗത്തിലാണ്. ആ മാർഗത്തിൽ ഷഹീദായ, അള്ളാന്റെ മാർഗത്തിൽ ഖുർആൻ പഠിക്കുന്ന വഴിയിൽ മരിച്ചുപോയാൽ സുഖമല്ലേ? വേറെന്താ സംശയം? എന്താ വേറെ വിഷയത്തിൽ? ഖുർആന്റെ അഹ്ലുകാർക്ക് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ? ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഖുർആന്റെ അഹ്ല്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കുന്നവർ ഹും അഹ്ലുല്ലാഹി വ ഖാസ്സത്തുഹു. അല്ലാഹുവിന്റെ അടുത്ത അഹ്ലുകാരാണ്, അല്ലാഹുവിന്റെ അടുത്തവരാണ്, അടുത്ത അഹ്ലുകാരാണ്, അല്ലാഹുവിന്റെ അടുത്തവരാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ, അതുകൊണ്ടാണ് ജനങ്ങളെ അല്ലാഹു വളർത്തിക്കൊണ്ടുവന്നത്, നന്നാക്കി കൊണ്ടുവരുന്നത്, സംസ്കാര സമ്പന്നരാക്കി മാറ്റുന്നത്, അധർമ്മങ്ങളും അശ്ലീലതകളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആനിന്റെ മഹത്വവും മഹനീയതയും കൊണ്ട് മാത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകം നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഈ ഖുർആൻ പഠിച്ചതിന്റെ പേരിലാണ് പീഡിപ്പിക്കപ്പെടുന്നത്, ഖുർആൻ പഠിച്ചതിന്റെ പേരിലാണ് ജനങ്ങളെ ഇന്ന് കൊന്നുകളയുന്നത്. എന്നാലും മ്യാൻമറിലെ മക്കളെ കെട്ടിയിട്ടിട്ട് ഡ്രില്ലിംഗ് മിഷൻ കൊണ്ട് അവരുടെ നെഞ്ചിനകത്ത് ചേർത്ത് വെച്ചിട്ട് പന്നി മാംസം തിന്നുമോ, മദ്യപിക്കുമോ? അല്ലാഹു ഇല്ല എന്ന് പറ. ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. ഡ്രില്ലിംഗ് മിഷൻ അവരുടെ ഹൃദയത്തെ തളച്ചു കയറി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പുഞ്ചിരിയോടെ അവർ ഷഹീദായി. മ്യാൻമറിൽ അത്രയും മക്കൾ, ഫലസ്തീനിലെ എത്രയോ കുഞ്ഞുമക്കൾ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ച് നമ്മളിവിടെ അടിച്ചു പൊളിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫലസ്തീനിലെ കുഞ്ഞുമക്കളുടെ തലയോട്ടിയെടുത്ത് പിടിച്ചുകൊണ്ടാണ് ജൂത പരിശുകൾ നടക്കുന്നത്. ആ സമയത്തും അല്ലാഹ് നീ അല്ലാതെ ഒരു ഇലാഹില്ല റബ്ബേ എന്ന ഉറക്ക പ്രഖ്യാപനമാണ് ഫലസ്തീനിലെ കുരുന്നുകൾ പോലും വിളിച്ചത്. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഒരൊറ്റ വാക്കാണ്. എന്തിന്റെ പേരില്ല? ഞങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടും, ഞങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടും, ഞങ്ങൾക്ക് ഷഹീദായ. അതാണ് എന്റെ കൂടി.
ആ ത്യാഗം അവർ അനുഭവിച്ചിട്ടുണ്ട്. അതങ്ങ് സ്വർഗ്ഗം. കാരണം ആ സമയത്ത് ആ വേദന അവർക്ക് പ്രശ്നേ അല്ല. ആ വേദന അള്ളാഹ് എടുത്തു മാറ്റും. അതാണ് അതിന്റെ അർത്ഥം. ആസിയ ബീവിക്ക് അള്ളാഹ് എടുത്തു മാറ്റിയതുപോലെ, മാഷിത്ത ബീവിക്ക് അള്ളാഹ് എടുത്തു മാറ്റിയതുപോലെ ഒക്കെ അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഹദീസിൽ പറഞ്ഞു. അപ്പൊ മിഅ്റാജിൽ പോയ സമയത്ത് സക്കരിയ നബിയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോൾ സക്കരിയ നബി പറഞ്ഞ വാക്കാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് എന്റെ വേദന എടുത്തു മാറ്റി. ഇതിനൊക്കെ ബർക്കത്ത് എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ കലാമിനോട് അവന്റെ വാക്കുകളെ നമ്മൾ അംഗീകരിച്ചതിന്റെ പേരിലാണ്. നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹംലത്തുൽ കിതാബ് മഹ്ഫൂഫൂന ബിറഹ്മത്തില്ലാഹ് അൽ മുൽബസൂന നൂറല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ കൊണ്ടു നടക്കുന്നവർ, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾ അല്ലാഹുവിന്റെ റഹ്മത്തിനെ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. അല്ലാഹുവിന്റെ നൂറിനെ ധരിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. മൻ ആദാഹും ഫഖദ് ആദല്ലാഹ്. ആരെങ്കിലും അവരോട് ധിക്കാരം പ്രവർത്തിച്ചാൽ, ആരെങ്കിലും അവരോട് എതിര് പ്രവർത്തിച്ചാൽ ഫഖദ് ആദല്ലാഹ്. അല്ലാഹുവിനോട് എതിര് പ്രവർത്തിച്ചവരെ പോലെയാണ്. വമൻ വാലാഹും ഫഖദ് വാലല്ലാഹ്. ആരാണോ ഖുർആൻ പഠിച്ച മക്കളോട് സ്നേഹം കാണിക്കുന്നത്, ഖുർആൻ പഠിച്ച സ്ഥാപനത്തോട് സ്നേഹം കാണിക്കുന്നത്, ആ ഖുർആൻ പഠിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നവരോട് അവർ നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടി വരുമ്പോ, പരിശുദ്ധ ഖുർആൻ ഓതുന്ന മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണേ എന്ന് നിന്റെ മുന്നിൽ കൈ നീട്ടി അതിന്റെ സംഘാടകരോ പ്രവർത്തകരോ വരുമ്പോ അവരെ ആട്ടിയോടിക്കാതെ നിന്നാൽ കഴിയുന്ന ഒരു സഹായം കൊടുത്ത് നീ അവരെ സഹായിച്ചാൽ, എന്റെ പൊന്നു സഹോദരാ, ഈ അൽബുസ്താന്റെ സ്ഥാപനത്തെ അല്ല നീ സഹായിച്ചത്, ഈ വള്ളിത്തുണ്ടിലെ ഖുർആനിന്റെ സ്ഥാപനത്തെ അല്ല നീ സഹായിച്ചത്, ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങളെ അല്ല നീ സഹായിച്ചത്, ഇവിടുത്തെ നാട്ടുകാരെയോ സംഘാടകരെ അല്ല നീ സഹായിച്ചത്. വമൻ വാലാഹും ഫഖദ് വാലല്ലാഹ്. നീ സഹായിച്ചതും നീ സ്നേഹിച്ചതും അല്ലാഹുവിനെയാണ്, ഈ ഖുർആനിന്റെ ഉടമസ്ഥനെയാണ്. നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായോ? 2000 രൂപയ്ക്ക് നിന്റെ മുന്നിൽ കൈ നീട്ടുമ്പോ നീ അല്ലാഹ്, ഞാൻ തരുന്ന ആർക്കാ? അല്ലാഹ് നിനക്ക് വേണ്ടി സ്ഥാപനത്തുണ്ട്. ഈ സ്ഥാപന സംഘാടകർക്കും അല്ല, അല്ലാഹ്. വമൻ വാലാഹും ഫഖദ് വാലല്ലാഹ്. ഇനി ആരെങ്കിലും എതിരെ പ്രവർത്തിച്ചുകൊണ്ട് നടന്നാൽ ഫഖദ് ആദല്ലാഹ്. അവർ അല്ലാഹുവിനോടാണ് എതിരെ പ്രവർത്തിക്കുന്നതെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. യുദ്ഫഉ അൻ മുസ്തമിഇൽ ഖുർആൻ ശർറു ദുനിയാ. ഖുർആൻ ഓതാൻ അറിയാത്തവരെ, ഈ ഖുർആൻ ഓതുന്ന മക്കളുടെ അരികിൽ പോയിരുന്ന് ഖുർആൻ നിങ്ങളൊന്ന് കേൾക്കണേ. ഖുർആൻ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഭാഗ്യമെന്താണ്? അല്ലാഹു ദുനിയാവിലെ ശർറുകൾ നിങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുനിയാവിൽ ഇടങ്ങാറുള്ള മാറ്റി തരുന്നു ഖുർആൻ കേട്ടാൽ. എന്താ രണ്ട് സംഘാടകർ നിൽക്കുന്നത്? എന്താപ്പാ അവരെ ലിസ്റ്റ് ഒക്കെ ആയിട്ട് മെല്ലെ വരുന്നത്. മനസ്സിലായില്ലേ സംഭവം? ഖുർആൻ കേട്ടാൽ കേട്ടോ, നിങ്ങൾക്ക് ഓതാ അറിയാമെങ്കിൽ നിങ്ങൾ വന്ന് കേൾക്കണം. ഖുർആൻ മക്കൾ ഓതുന്നത് അവിടെ അടുത്ത റൂമുണ്ട്, അവിടെ വന്ന് കേൾക്കണം. അങ്ങനെ കേട്ടാൽ ദുനിയാവിലെ ഷർറ് അല്ലാഹു ഒഴിവാക്കി തരും. ദുനിയാവിലെ ഷർറ് അല്ലാഹു ഒഴിവാക്കി തരും. يدفع عن تال القرآن بل والآخرة. ഖുർആൻ ഓതുന്നവർക്ക് ആഖിറത്തിലെ പരീക്ഷണം അല്ലാഹു ഒഴിവാക്കി തരും. ഖുർആൻ കേൾക്കുന്നവർക്ക് അല്ലാഹു ദുനിയാവിലെ ഷർറ് ഒഴിവാക്കി തരും. ഖുർആൻ ഓതുന്നവർക്ക് ആഖിറത്തിലെ ഷർറ് അല്ലാഹു ഒഴിവാക്കി തരും. വലിയ ഭാഗ്യപ്പാ, വലിയ ഭാഗ്യ. കഴിഞ്ഞ ദിവസം വിനീതം വന്നിട്ട് ഖബറിനെ കുറിച്ച് പറഞ്ഞില്ലേ? ആ ഖബറിൽ അല്ലാഹു ഖുർആൻ ഓതുന്നവർക്ക്, ഖുർആനുമായി ബന്ധപ്പെടുന്നവർക്ക്, ഖുർആനിനെ സഹായിക്കുന്നവർക്ക് ഖബറിൽ ഖുർആന്റെ സഹായം ഉണ്ടാകുമെന്ന് ഇബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇദാ ഹളറത്തുൽ വഫാത്തു യഅനി അൽ മുഅ്മിന അൽ മുജ്തഹിദ ബിൽ ഖുർആൻ.
ഒരു സത്യവിശ്വാസിക്ക് മരണം ആസന്നമായാൽ ഏതാണ് ആ സത്യവിശ്വാസി? ഖുർആനുമായി ബന്ധപ്പെട്ടവനാണ്, ഖുർആൻ പഠിച്ചവനാണ്, ഖുർആൻ ഓതിയവനാണ്, ഖുർആൻ മനനം ചെയ്തവനാണ്, ഖുർആൻ കേട്ടവനാണ്, ഖുർആൻ കേൾക്കാൻ ആഗ്രഹിച്ചവനാണ്, ഖുർആൻ കേൾപ്പിക്കുന്നതിന് വേണ്ടി പണിയെടുത്തവനാണ്, എപ്പോഴും ഖുർആനിനെ സ്നേഹിച്ച് നടന്നവനാണ്. അവൻ മരണമാസന്നമാകുന്ന സമയത്ത് മരിക്കാൻ കിടക്കുമ്പോ ജാഅൽ ഖുർആൻ ഫവഖഫ ഇൻദ റഅസിഹി, അവൻ മരിച്ചുപോയി. ആ മരണസമയത്ത് ഖുർആൻ അവന്റെ തലയ്ക്ക് മീതെ വന്ന് നിൽക്കുകയാണ്, ഒരു നിഴല് പോലെ വന്ന് നിൽക്കുകയാണ്. വഹും യഗ്സിലൂൻ, ഇവന്റെ മയ്യത്ത് ജനങ്ങളെ കുളിപ്പിക്കുന്ന സമയത്ത് ഈ പരിശുദ്ധമായ ഖുർആൻ ഇവന്റെ തലയ്ക്ക് മീതെ വന്ന് നിൽക്കുകയാണ്. ഫൈദാ ഫറഗ മിൻഹു, അങ്ങനെ ആ മയ്യത്ത് കുളിപ്പിക്കുന്നതിൽ നിന്ന് ജനങ്ങളെല്ലാവരും ഒഴിവായി. ഈ മയ്യത്ത് കഫൻ പൊതിയുന്നതിന് വേണ്ടി കൊണ്ട് വിരിച്ച തുണിയിൽ, വിരിക്കപ്പെട്ട തുണിയിൽ കൊണ്ട് മലർത്തി കിടത്തുമ്പോ അവന്റെ നെഞ്ചിന്റെയും അവന്റെ കഫൻ പുടവയുടെയും ഇടയിലേക്ക് ഈ പരിശുദ്ധമായ ഖുർആൻ കടന്നു വരികയാണ്. അങ്ങനെ അവന്റെ മയ്യത്ത് പൊതിഞ്ഞ് ഖബറിലേക്ക് കൊണ്ടുവച്ച് ഖബറിലേക്ക് വെക്കപ്പെട്ട് അവരിൽ നിന്ന് എല്ലാവരും മടങ്ങിപ്പോകുന്ന സമയത്ത് മുൻകർ നക്കീർ അവനെ ചോദ്യം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് കടന്നു വരികയാണ്. ഖുർആൻ പഠിച്ച വ്യക്തി ഖബറിലേക്ക് കൊണ്ടുവച്ചു. മുൻകർ നക്കീർ ചോദ്യം ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഈ ഖബറിന്റെ ഉള്ളിൽ വെച്ച് ഈ മനുഷ്യനെ സഹായിക്കുന്നത് എങ്ങനെ? ബൈന സദ്രിഹി വകഫനിഹി വഖറജ മിൻ സദ്രിഹി വകഫനിഹി, അവന്റെ നെഞ്ചിന്റെയും കഫൻ തുണിയുടെയും ഇടയിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ആ സമയത്താണ് മലക്കുൽ മൗത്ത് വന്ന് നിൽക്കുന്നത്. രണ്ട് ഭാഗത്തും മലക്കുൽ മൗത്ത് വന്ന് നിൽക്കുമ്പോ മലക്കുൽ മൗത്ത് രണ്ട് ഭാഗത്തും മുൻകർ നക്കീർ വന്ന് നിൽക്കുമ്പോ അവരുടെ ഇടയിൽ വന്ന് നിൽക്കുകയാണ്. ചോദ്യം ചെയ്യാൻ അനുവദിക്കുന്നേയില്ല, ചോദ്യം ചെയ്യാൻ സമ്മതിക്കുന്നേയില്ല. ഉടനെ മുൻകർ നക്കീർ വജാഅൽ മുൻകർ വന്നക്കീർ, മുൻകർ നക്കീർ അലൈഹി സ്വലാത്തു വതസ്ലീമാത്ത് വന്ന് പറയുകയാണ്, ഇലൈക അന്നാ, ഒന്ന് മാറി നിൽക്കണേ. ഫൈന്നാ നസ്അലുഹു ഫൈന്നാ നുരീദു അൻ നസ്അലഹു, ഞങ്ങൾക്ക് ഇവനെ ചോദിക്കാറുണ്ട്, ഇവനെ ചോദ്യം ചെയ്യാറുണ്ട്, അതുകൊണ്ടൊന്ന് മാറി നിൽക്കണേ, മാറി നിൽക്കണേ എന്ന് ബഹുമാനപ്പെട്ട മുൻകർ നക്കീർ അലൈഹി സ്വലാത്തു വതസ്ലീമാത്ത് പറയുമ്പോ ഇല്ല ഇല്ല ഞങ്ങൾ മാറുകയില്ല, ഒരിക്കലും ഞങ്ങൾ മാറുകയില്ല എന്ന് വാശി പിടിക്കുമ്പോൾ, ശാഠ്യം പിടിക്കുമ്പോൾ മുൻകർ നക്കീർ പറയുകയാണ്, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, അവന്റെ ഖദറാണ്, അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഞങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ ആ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇൻ കുൻതുമാ അമർതുമാ ബിശൈഇൻ ഫശഅനുകും, ഇതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ, അല്ലാഹുവിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഫശഅനുകും, എങ്കിൽ നിങ്ങൾ അത് ചെയ്തു കൊള്ളുക. സുമ്മ യൻദുറുൽ ഖുർആനു ഇലൈഹി, പിന്നീട് ആ മയ്യത്തിലേക്ക് ആ ഖുർആൻ തിരിഞ്ഞു നോക്കുകയാണ്. ഒരു ചെറുപ്പക്കാരന്റെ രൂപത്തിലാണ്. ഫയഖൂലു, ആ ഖുർആൻ ചോദിക്കുകയാണ്, ഹൽ തഅരിഫുനി, നിനക്ക് എന്നെ അറിയോ? ഹൽ തഅരിഫുനി, നിനക്ക് എന്നെ അറിയോ? ഫയഖൂലു ലാ, എനിക്ക് നിന്നെ അറിയുകയില്ല. അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത്, ആ സുന്ദരനായ മഹാമനുഷ്യൻ പറയുന്നത്, ആരുടെ മണ്ണിന്റെ ഇരുണ്ട ദൂരത്തിലാണ്. എല്ലാവരും പള്ളിക്കാട് വരെ വന്നു. ആ പള്ളിക്കാട്ടിൽ വന്ന് 3 പിടി മണ്ണ് വാരി നമ്മുടെ മേലേക്ക് വലിച്ചെറിഞ്ഞ് ഒരു അരമണിക്കൂർ പോലും ആ ഖബർസ്ഥാനിൽ നിൽക്കാതെ അവരെല്ലാവരും മടങ്ങിപ്പോയതിനു ശേഷം ആരോരുമില്ല, ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ആ ഏകാന്ത ജീവിതത്തിൽ നമുക്ക് തണലായി തുണയായി വരുന്നതാരാണ്? ഈ ചെറുപ്പക്കാരനായ മനുഷ്യന്റെ രൂപത്തിൽ ഒരാൾ ആ മയ്യത്തിനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്നെ അറിയുമോ സഹോദര? നിനക്ക് എന്നെ അറിയുമോ സഹോദര? ഫയഖൂലു, അവൻ പറയുന്നു, ലാ, എനിക്കറിയില്ല, എനിക്കറിയില്ല എന്ന് പറയുമ്പോ ഫയഖൂലു, ഈ ചെറുപ്പക്കാരനായ മനുഷ്യൻ പറയുകയാണ്, അനൽ ഖുർആൻ അല്ലദീ യസ്ഹറ ലൈലക വഅളമാ നഹാറക വഅമ്നാക ശഹവതക,
ഖുർആൻ, ഞാനാണ് ഖുർആൻ, ഞാനാണ് ഖുർആൻ. ഏത് ഖുർആൻ? നീ ഉറക്കമിളച്ച് തീ കോരിയിരുന്ന പാരായണം ചെയ്ത ഖുർആൻ. രാപ്പകലില്ലാതെ എന്നെയും ഏന്തിക്കൊണ്ട് പേറിക്കൊണ്ട് ചുമന്നുകൊണ്ട് ഓടി നടന്നില്ലേ? എന്റെ വഴികളെ അനുധാവനം ചെയ്തില്ലേ? എന്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ചില്ലേ? ആ ഖുർആനാണ് ഞാൻ. ഏത് പാതിരാ സമയമായാലും ഖുർആൻ എടുത്ത് വെച്ചൊന്ന് നോക്കിയിട്ട് ഒരു 2 ആയത്തെങ്കിലും ഓതാതെ നീ ഉറങ്ങിയിരുന്നില്ലല്ലോ. എത്രയോ റമദാൻ നിന്നിലൂടെ കടന്നുപോയിട്ട് ആ ഖുർആനുമായല്ലേ നിന്റെ പരിശുദ്ധമായ റമദാനിനെ നീ വരവേറ്റത്. പരിശുദ്ധമായ റമദാനിൽ തറാവീഹ് നമസ്കാരത്തിൽ ഈ ഖുർആൻ പരിപൂർണമായി കേട്ടവനല്ലേ, ഓതിയവനല്ലേ? അശ്ലീലമായ ചുവയുള്ള സംസാരങ്ങളോ അശ്ലീല വീഡിയോകളോ അശ്ലീല മെസ്സേജുകളോ കാണുന്നതിന് പകരം അതെല്ലാം ഒഴിവാക്കിയിട്ട് എത്രയെത്ര ചെറുപ്പക്കാർ അശ്ലീലങ്ങളുമായി ബന്ധപ്പെടുമ്പോ അതെല്ലാം അവഗണിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞവനല്ലേ? ആ ഖുർആനാണ് ഞാൻ, ആ ഖുർആനാണ് ഞാൻ. ഫമാ അലൈക ബഅദ മസ്അലതി മുൻകറിൻ വനകീർ. മുൻകർ നകീർ നിന്നെ ചോദിച്ചോട്ടെ. നിന്റെ ഉപ്പ നിന്നെ സഹായിക്കാനില്ല, നിന്റെ ഉമ്മ നിന്നെ സഹായിക്കാനില്ല, ദുനിയാവിലെ നിന്റെ സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ നിന്നെ സഹായിക്കാനില്ല. ഫഅബ്ശിർ, നിനക്ക് സന്തോഷ വാർത്ത ഞാനിതാ നൽകുകയാണ്. ഫമാ അലൈക ബഅദ മസ്അലതി മുൻകറിൻ വനകീർ. മുൻകർ നകീർ നിന്നോട് ചോദിച്ചു കൊള്ളട്ടെ. നീ ദുഃഖിക്കരുത്, നീ പ്രയാസപ്പെടരുത്. അവർ ചോദിച്ചു തീരുന്നതിന് മുമ്പ് നിനക്കൊരു സന്തോഷ സമ്മാനങ്ങളുമായി ഞങ്ങൾ ഓടിയെത്താമെന്ന് പറഞ്ഞിട്ട് ഫയസ്അദുൽ ഖുർആനു ഇലാ റബ്ബിഹി. ആ ഖുർആനതാ ആ ഖബറിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് ഉയരുകയാണ്. ഇവിടെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചോദിച്ച് തീരുന്നതിന് മുമ്പ് ഞങ്ങൾ എത്തട്ടോ. പേടിക്കൊന്നും വേണ്ട, അവര് ചോദിച്ചോട്ടെ. ഏയ് നീ ടെൻഷൻ അടിക്കണ്ട കേട്ടോ, നീ ടെൻഷൻ അടിക്കണ്ട, അവർ ചോദിച്ചോട്ടെ. ഞങ്ങൾ ഇപ്പൊ വരാട്ടോ, ഇപ്പൊ വരാന്ന് പറഞ്ഞ ഒറ്റ പോക്ക് പോകും. ആര്? ഖുർആൻ. ഫയസ്അദുൽ ഖുർആനു ഇലാ റബ്ബിഹി. എന്നിട്ട് തിരിച്ചു വരും. തിരിച്ചു വരുന്ന വെറും കൈയോടെ അല്ല. ഫാറൂഖ് മുസ്ലിയായിരുന്നു ഉറങ്ങുന്നു. കഷ്ടം. നമ്മളിവിടെ വല്ലാത്ത പനിയും പിടിച്ച് മൂക്കളെയും ചീറ്റി ഇവിടെ പ്രസംഗിക്കുക. ശരിയായിരുന്നു ഉറങ്ങുന്നത്. അങ്ങനെ പ്രസംഗിക്കണം, ഇങ്ങനെ പ്രസംഗിക്കണം, ഒന്ന് പ്രസംഗിക്കണം, 2 മണിക്കൂർ പ്രസംഗിക്കണം, 3 മണിക്കൂർ പ്രസംഗിക്കണം, 4 മണിക്കൂർ പ്രസംഗിക്കണം. വാ വെള്ളം ഒഴിച്ചു, വാ എന്നിട്ട് വാ കട്ടൻ ചായ ഒഴിച്ച കട്ടൻ അല്ലാഹു പടച്ചവനെ റബ്ബേ, ഖുർആനിന്റെ അഹ്ലുകാരാക്കി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഖുർആനിന്റെ എല്ലാവിധ സഹായങ്ങളും ദുനിയാവിലും ആഖിറത്തിലും ഖബറിലും ഞങ്ങൾക്ക് തന്ന് നീ ഞങ്ങളെ സഹായിക്കണേ പടച്ച റബ്ബേ. പടച്ചവനെ ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും അതിനെ സഹായിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്.